നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കലിംഗ സൂപ്പർ കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ ജയം. നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനായിട്ട് സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു. ഹീസസ് ഹിമനസും നോഹ് സദോയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മത്സരം വിജയിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിദേശ താരങ്ങൾ ലൂണയും നോഹും ഹിമനസും ഒക്കെ ഒരുമിച്ചാണ് കളിക്കളത്തിൽ അണിനിരന്നത്. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ക്ലിയർ ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹീസസ് ഹിമനസിന് പിഴക്കുന്ന അപൂർവമായ കാഴ്ച നമ്മൾ കണ്ടു. മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാളും അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 40-ാമത്തെ മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ലീഡ് എടുക്കുന്നത്. പെനാൽറ്റി ലഭിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്. നോഹിന് വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റിയാണ്. അത് കിക്കെടുത്ത ഹീസസ് ഹിമനസിന് ആദ്യം പിഴച്ചു. ഗോൾ കീപ്പർ മുന്നോട്ട് ആദ്യമേ ചാടിയത് കൊണ്ട് റീടേക്ക് അനുവദിക്കുകയായിരുന്നു. ആ റീടേക്കിലാണ് ഹീസസ് ഹിമനസ് പന്ത് പിന്നെ വലയിലേക്ക് എത്തിക്കുന്നത്. ഇടവേള സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് നോഹിന്റെ ആ ഒരു കിടിലൻ ഗോൾ പിറക്കുന്നത്. കളിയുടെ 64-ാമത്തെ മിനിറ്റിൽ വാട്ട് എ ഗോൾ എന്ന് തന്നെ പറയേണ്ട ഒരു ഗോളാണ് വരുന്നത്. പാർശ്വഭാഗത്ത് നിന്ന് അദ്ദേഹം ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് വന്ന് പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് നിന്ന് തൊടുത്ത ഒരു തണ്ടർ ബോൾട്ട് ഷോട്ട് വലയിലേക്ക് അങ്ങ് കടക്കുകയായിരുന്നു. മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ കളി പിടിക്കുന്നു. പിന്നീട് അവസാന ഘട്ടത്തിലൊക്കെ വീണ്ടും അവസരങ്ങൾ ഉണ്ടായിരുന്നു. നോഹിന് തന്നെ ഒരു സുന്ദരമായിട്ടുള്ളൊരവസ്ഥ, നിഷുകുമാറിന്റെ മിസ്റ്റേക്കിൽ നിന്ന് ഗോൾ കീപ്പറുമായിട്ട് 1-on-1 വരുന്ന സിറ്റുവേഷൻ. പക്ഷെ അദ്ദേഹത്തിന് ടാർഗറ്റ് മിസ്സായി. എന്നാൽ പോലും ഏകപക്ഷീയമായ 2 ഗോളുകളുടെ തകർപ്പൻ ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് ഇതാ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.